ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വ്ളോഗ് എടുക്കുന്നത് രാത്രിയിലാണ്. വ്ളോഗ് ഇട്ടിട്ട് നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം ഒരു മാസമൊന്നും അല്ല, അതിൽ പുറത്ത് 2 മാസമൊക്കെ ആയി കാണുക. എന്ന് വെച്ചാൽ എക്സാം ഉണ്ടായിരുന്നു, അതിന് പിന്നെ കുറേ കാര്യം അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ വീഡിയോ ഇടാൻ രാവിലെ 7 മണിക്ക് ട്യൂഷനും, അത് കഴിഞ്ഞ് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ രാത്രി 7 മണി തൊട്ട് 8 മണി വരെ വേറെ സ്പെഷ്യൽ ട്യൂഷനുണ്ട്, ഹിന്ദി. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇൻട്രോ എടുക്കാൻ എന്തായാലും മറക്കുമെന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ടാണ് ഇപ്പം ഇൻട്രോ എടുത്തു വെച്ച് രാവിലെ ആകുമ്പോൾ എനിക്ക് ഓർമ്മ വരും, അയ്യോ ഇന്നലെ രാത്രി ഇൻട്രോ എടുത്തു വെച്ചായിരുന്നല്ലേ, അപ്പം ബാക്കി റെക്കോർഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ ചെയ്യും. അവിടെ ഗൈസ് പണ്ടത്തെ മൊത്തത്തിൽ അലമ്പായിട്ടുള്ള മുടിയൊക്കെ മാറ്റി ഇങ്ങനത്തെ സ്റ്റൈലൊക്കെയാണ്. ഇപ്പം കറക്റ്റ് സമയം എന്ന് വെച്ചാൽ 11:26. ഞാൻ പഠിച്ചു. 10ാം ക്ലാസ്സുകാർ കാണുന്നുണ്ടെങ്കിൽ അറിയാമല്ലേ ഇപ്പോഴത്തെ അവസ്ഥ എന്തുവാണോ എന്തോ. ഉണ്ടോ ഗൈസ് കാണിക്കാൻ? ഇപ്പോഴാണ് ഒരു മെസ്സേജ് സാർ ഇട്ടേക്കുന്നത്, നോട്ട്സ് ഫുൾ കംപ്ലീറ്റ് ആയിക്കൊണ്ട് ഇപ്പോൾ ഇരുന്ന് ഇത് 10ാം ജോഗ്രഫി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇരുന്നാൽ ഞാൻ ഇത് ഇത്രയും എഴുതിയെടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ പോയി ഒന്ന് വെള്ളം കുടിച്ച്, ഇപ്പം ഉറക്കം വന്നിട്ട് വയ്യ, അപ്പം കിടക്കാമെന്ന് വിചാരിച്ച് അതിന് മുമ്പ് ഞാൻ ഇൻട്രോ എടുത്തേക്കുന്നു. ഇവിടെ ബാക്കിയുള്ള എല്ലാവരും ഉറക്കമായി. കാണിക്കാം, ഞാൻ പൂപ്പി ഉറക്കമായി. സീസർ പൂപ്പിയുടെ വള്ളി ഒരു കോലാക്കി വെച്ചേക്കുക. എനിക്ക് എന്നും വീട്ടിൽ നിന്ന് വഴക്കാകാന്ന് വെച്ചാൽ ഇവൻ ചെരുപ്പ് എടുത്തുകൊണ്ടു. എൻ്റെ ചെരുപ്പൊക്കെ കണ്ട ഈ ആഴ്ചത്തെ ഈ മാസത്തെ 2ാമത്തെ ചെരുപ്പാണ്. സൗണ്ട് വ്യത്യാസം കാണും, കാരണം വെച്ചാൽ മറ്റേ എനിക്ക് ലാസ്റ്റായിട്ട് പനി വന്ന ആ സമയത്തല്ലേ ഞാൻ വ്ലോഗ് എടുത്തത്. അതിന് ശേഷം മൊത്തവും പനിയായിരുന്നു, പിന്നെ സൗണ്ട് നേരെ ആയിട്ടില്ല, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ ഈ സ്ക്രീൻ ഗാർഡ് ഇളക്കി കളഞ്ഞുകൊണ്ട് ക്യാമറ നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. അത് പക്ഷേ ഈ കുറേ നാളായിട്ട് വ്ലോഗ് എടുക്കാത്തതുകൊണ്ട് ഞാൻ എന്നെ തന്നെയാണ് നോക്കുന്നത്. ഈ ക്യാമറയിലോട്ട് നോട്ടം തോനെ പോകുന്നില്ല. അപ്പം ഞാൻ എങ്ങനെ ആയിരിക്കും എന്നറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെട്ടിച്ച് നോക്കുന്നത്. എന്തായാലും ഓരോരുത്തവരെയായിട്ട് കാണിച്ച് ഉറങ്ങുന്ന വിട്ട് നിർത്താം. ഞാൻ ക്യാമറ തിരിക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട തിരിച്ചിട്ട് ക്വാളിറ്റി ഇല്ല. ഇങ്ങനെ കാണിക്കും. ദിസ് ഈസ് ഫസ്റ്റ് ആണ്. അദ്ദേഹത്തിനെയൊക്കെ മറന്നോ നിങ്ങൾ? വളർന്നേ ഉള്ളൂ. ഞെളിയുന്നതോ നല്ല ഉറക്കത്തില്ല, എൻ്റെ പുതപ്പിലാണ് കിടക്കുന്ന. അയ്യോ നല്ല സുഖം. ഇന്ന് ഞങ്ങളുടെ ട്യൂഷനി വച്ച് ഒരു പശു ട്യൂഷൻ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും ഉത്തരം പറയാൻ പറഞ്ഞാൽ അതങ്ങ് കരയും. ഭയങ്കര രസമായിരുന്നു. ദിസ് ഈസ് അടുത്ത ആള്. ഹലോ ഗൈസ്, ഞാനാണ് പൂപ്പി, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ട, ദിസ് ഈസ് മൈ പൂപ്പി ബോയ്. അണ്ണ ഇവിടെ കിടക്കൂ. ഒരാള് പിന്നെ എണീറ്റ് വന്നോ? എണീറ്റ്. ദിസ് ഈസ് സീസർ. അണ്ണൻ വളർന്ന് അത് എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പം രാത്രിയിൽ ഇൻട്രോ എടുത്ത് വെച്ചതേ ഉള്ളൂ, ബാക്കി നമുക്ക് രാവിലെ കാണാം. ഇപ്പം ഫോൺ യൂസ് കൂടുതലാണെന്ന് എനിക്ക് തോന്നി. എല്ലാവരും പറയുമല്ലേ, ഇത് നമ്മളിപ്പോൾ 5 മിനിറ്റ് ഫോൺ കണ്ടാലും 1 മണിക്കൂർ ഫോൺ കണ്ടാലും 1 ദിവസം ഫോൺ കണ്ടാലും വീട്ടുകാർ പറയുന്നത് എപ്പോഴും ഫോണിലാന്നാ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ ഫോൺ യൂസ് എന്ന്. പിന്നെ ചെറുതായിട്ട് ഫോൺ യൂസ് തോന്നിയാന്ന് തോന്നിയോണ്ട് ഫോണിന് പകരം വേറെ പല പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഒരു കുഴി എന്തിനാ കുഴിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കുഴിച്ചെത്രോ നല്ല ആഴമാക്കി വെച്ചിട്ട് ഇപ്പം 2 ദിവസം ഒരു വാഴ ഉണ്ട് വെച്ച് അതിനകത്ത്. ഇപ്പോൾ അവിടെ മൊത്തം വാഴ എല്ലായിടത്തും നട്ടത് പിടിച്ചിട്ടുണ്ട്. അത് വെച്ച് എന്നിട്ട് ഇപ്പം 3 കുഴി കുഴിച്ചിട്ടേക്കുക. അതിനി വല്ല പൂക്കൾ വല്ലതും നടാമല്ലോ. അങ്ങനെ ചെടികൾ നടാൻ അവിടെ മൊത്തം കുഴി കുഴിച്ച് ഞാൻ ചെടി നടാൻ പോവാ. പിന്നെ ടാങ്ക് ക്ലീനാക്കി അതിനകത്ത്
കുറേ മീൻ കിടപ്പുണ്ടായിരുന്നു. ഇപ്പം അത് എന്തോ ഗപ്പികളെല്ലാം കണ്ട കിടന്നത്, അതിൻ്റെ കൂടെ ഏഞ്ചൽ ഫിഷിനെയൊക്കെ കൊണ്ടിട്ട്. കാരണം വെച്ചാൽ അതിൽ കിടക്കുന്ന കുറേ മീൻ പെറ്റി വരിക കിടക്കുമല്ലോ, അതിനെ കൊടുത്തിട്ട് നമുക്ക് വേറെ മേടിക്കാമല്ലോ. അങ്ങനെ മേടിച്ച് പിന്നെ ഓസ്കാറിനെയൊക്കെ മേടിക്കായിരുന്നു. പക്ഷെ അതൊക്കെ മോൺസ്റ്റർ ഫിഷ് അല്ലേ, അതിനെയൊക്കെ ഇതിൻ്റെ കൂടെ ഇട്ടാൽ ഒരു ദിവസം കഴിയുമ്പം തന്നെ ഇതെല്ലാം തീരും. അതുകൊണ്ട് അതിനൊന്നും കിട്ടില്ല. പിന്നെ കുറേ നാളായി വീഡിയോ ഇട്ടുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നവരൊക്കെ ഇപ്പോഴും കാണുമോയെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. ഈ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടുമോയെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. എന്തായാലും ഇനി ഗൈസ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണും. പക്ഷേ ഇപ്പം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം കഴിഞ്ഞാൽ അടുത്ത എക്സാം. അത് കഴിഞ്ഞാൽ പിന്നെ ജനുവരി പ്രീ മോഡൽ എക്സാം, ഫെബ്രുവരി ആകുമ്പോൾ മോഡൽ കാണും, ഫെബ്രുവരി അവസാനം ആകുമ്പോൾ ഫൈനൽ കാണും, ജനുവരി തന്നെ IT കംപ്ലീറ്റ് എക്സാം കാണും, ഒക്ടോബറിൽ ഉണ്ട് IT എക്സാം. ആ പാടെ ഇതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഞാൻ ഹാപ്പിയാന്ന് ആവാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ടൂറുണ്ട്. ട്യൂഷനിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട് 5 ദിവസം, അതേ ഉള്ളൂ. പിന്നെ മറ്റൊരു ഹാപ്പിനെസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ മഞ്ഞൊക്കെ പെയ്യുന്നില്ലേ, എന്തോ എൻ്റെ പേര് ലീസിയോ അങ്ങനെ എന്തോ ഒരു സാധനം. എൻ്റെ മുതുകത്ത് വന്ന് ഇടിച്ച് അങ്ങനെ എന്തോ സാധനം നടക്കുന്നില്ലേ, ഞാൻ ന്യൂസിൽ കണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആണെങ്കിൽ ഫെബ്രുവരി വരെ മഞ്ഞൊക്കെ പെയ്യാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം അതൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങളേ. എപ്പോഴും പഠിക്കുക അല്ലെങ്കിൽ എങ്ങനെയും പഠിക്കുന്നില്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ ഒരു സന്തോഷം ഇതൊക്കെ ഉള്ളൂ. ആ ടൂറൊന്ന് പോയായിരുന്നെങ്കിൽ ഹാപ്പി ആയേനെ. ട്യൂഷനിൽ നിന്നുള്ള കൂട്ടുകാരൊക്കെ കാണും, ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നാളെ രാവിലെ എണീക്കണം, ട്യൂഷന് പോകണം, സ്കൂളിൽ പോകണം. സ്കൂളിൽ പോകുന്നതിന് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ രാവിലെ എണീറ്റ് പോകുന്നതിന് മുമ്പ് എന്തായാലും വ്ളോഗ് എടുത്ത് വെച്ചേക്കാം. പിന്നെ വൈകിട്ട് വന്നവനെ ബൈക്ക് നേരെയാക്കാൻ കൊടുത്തേക്കുവാ, അത് പറയാൻ പറഞ്ഞത്. ബൈക്ക് 1-2 ആഴ്ചയായിട്ട് കേടായിട്ടിരിക്കുക. ഇതെന്തോ പറഞ്ഞ് അതിൻ്റെ ഏതോ വാൽവ് അടഞ്ഞിരിക്കുവാന്ന്, അത് ഫുൾ ആ ഭാഗം കേടാതെ മാറ്റണമെന്ന് പറഞ്ഞ് തൽക്കാലം അത് നേരെയാക്കിയിട്ടുണ്ട്. ഇപ്പം മാറ്റേണ്ട അത്യാവശ്യമില്ല, മാറ്റാറാകുമ്പം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പല്ല് തിളങ്ങുന്നു. ഈ മാറ്റാറായെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബൈക്ക് എടുക്കണം, പിന്നെ സ്പെഷ്യൽ ട്യൂഷന് പോകണം, വരണം, രാത്രി ഇരുന്ന് ഇതേപോലെ ആ സമയത്ത് എന്തെങ്കിലും എഴുതണമെന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിരുന്ന് എഴുതണം. ഇനി ഹിന്ദി സ്പെഷ്യൽ ട്യൂഷൻ്റെ എനിക്ക് കുറേ എഴുതാൻ കിടപ്പുണ്ട്. അതിനി സ്കൂളിൽ ഇൻ്റർവെല്ല് വെളിയിറങ്ങത്തില്ല, ഇൻ്റർവെല്ലിരുന്ന് അത് എഴുതും. ഞങ്ങളുടെ സ്കൂള് വെറൈറ്റി സ്കൂളാണ്, ബാക്കിയുള്ളിടത്ത് കണക്കല്ല. ഫോൺ കൊണ്ടുപോകാൻ പോയിട്ട് എടുക്കാൻ പോലും സമ്മതിക്കില്ല. സ്പോർട്സ് ഡേക്ക് യൂണിഫോം, അങ്ങനത്തെ ഒരു സ്കൂളാണ്. പിന്നെ അവസാനം ഞാൻ പറയാൻ വിട്ടുപോകുമെന്ന് വിചാരിച്ചാൽ, ഇപ്പം യൂട്യൂബിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഉണ്ടല്ലേ. അപ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നീയും കൂടി പറയാമെന്ന. ലൈക്ക് ചെയ്യണം ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പോസ്റ്റൊക്കെ ചെയ്യുന്നല്ലേ. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ്, ഫോളോ. പിന്നെ ഇപ്പോൾ വേണ്ട വന്നല്ലേ, എന്തു വരുന്നടാ അത്? ഹൈപ്പ് ചെയ്യണം. ഇത് താഴോട്ട് നോക്കുന്ന ഉറക്കം തൂങ്ങിയിരിക്കുക വന്ന്. എന്നാ ഗൈസ് പോവുക, അവൻ ഉറക്കം വരുന്നത്, അവൻ എൻ്റെ കൂടെ കിടക്കുന്ന, അതുകൊണ്ടാ. അപ്പം നാളെ കാണാം. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരെ എന്ന് പറയാൻ വന്നേ. അപ്പം നാളെ കാണാം ഗൈസ്. രാവിലെ ട്യൂഷന് പോകാൻ എണീക്കുമ്പം കാണാം. എണീറ്റാൽ കാണാമെന്നേ പറയാൻ പറ്റുമോ, ഇല്ല അമ്മ വിളിച്ചുണർത്തിയാൽ കാണാം. എന്തായാലും ഇപ്പോൾ കിടക്കൂല. ഞാൻ ഉറങ്ങുമ്പം ഇപ്പം എത്ര സമയമായി? എന്നും ഉറങ്ങുമ്പം 12:30 11:30 ആയേ ഉള്ളൂ. ഞാൻ ഉറങ്ങുമ്പോൾ 12:30 പക്ഷെ ഇപ്പോഴേ കിടക്കും. എൻ്റെ കൊച്ചിനൊക്കെ ഉറങ്ങുള്ളേ. കൊച്ചിന് ഉറങ്ങണ്ടേ? ഉറങ്ങം ചെയ്തേച്ച്. കൊച്ചൊക്കെ പാവം, രാവിലെ മൊത്തം ഉറങ്ങിയതാ, അതുകൊണ്ട് ഇപ്പം കിടന്ന് ഉറങ്ങണം. കണ്ണൊക്കെ ചുമന്ന്. അതാ അത്രയും നേരമായിട്ട് ഞാൻ ഒറ്റയടിക്ക് റിപ്പീറ്റ്ലി കണ്ണ് ചിമ്മാതിരുന്ന് നോട്ട് എഴുതിക്കൊണ്ടിരുന്നേ. അതിൻ്റെ കൂടെ ഹിന്ദി കോപ്പി എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കോപ്പി എടുക്കാൻ പോയപ്പോഴത്തേക്ക് കൂട്ടുകാരൻ വിളിച്ച്, അവൻ കോപ്പി എടുക്കാൻ നിൽക്കുകയോ എനിക്ക് കൂടെ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ്റെ കൂടെ പറഞ്ഞ് കോപ്പിയുടെ കാര്യം സെറ്റായി. 6-7 കോപ്പി എടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെ.
എന്തായാലും സെറ്റായി. ഇനി വേറെ നാളെ ഇനി ചെല്ലുമ്പോൾ അറിയാം എന്തിനെങ്കിലും അടി കിട്ടുമോ. പഠിക്കാനുണ്ട് കേസ്. എൻ്റെ പൊന്നെ, 10ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുന്നവർക്കേ അറിയാവൂ. ഇത്രയും നാൾ നമുക്ക് 9ാം ക്ലാസ് വരെ ഭയങ്കര എളുപ്പമായിട്ട് വന്നിട്ട് ഇപ്പോൾ എത്തിയപ്പോൾ എളുപ്പം തന്നെ. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ ഒറ്റയ്ക്ക് സഡനായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയായി പോയി വന്ന്. പക്ഷെ ഇപ്പം തോന്നുന്നു ക്രിസ്മസ് എക്സാം ഭയങ്കര പാടായിരിക്കുമെന്ന് ഒരു വിട്ടെങ്കിലും നമുക്ക് എളുപ്പമായിരിക്കും. ഓൺ എക്സാം ഇത് മനസ്സിലായല്ലോ ഇത് രീതിയാണ്. മാത്സിനൊക്കെ ഏറ്റവും വലിയ കിട്ടിയ പണിയെന്ന് വെച്ചാൽ എല്ലാവരും പാടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം കാണാപ്പാടം പഠിച്ചിരുന്നു. ഞാനും ഇരുന്ന് പഠിച്ച് ചെന്നപ്പോഴേ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ വിട്ടു പോകുമെന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസാണ് മെയിനായിട്ട് എടുത്തിട്ടേക്കുന്നത്. എന്തുവാടാ ഉറങ്ങിക്കോ ഒന്ന് തട്ടി. അപ്പം ഇനി തൊട്ട് ഒന്നും വിടാതെ ഇരുന്ന് പഠിച്ചേ പറ്റൂ. നിർത്തുക എൻ്റെ മടി വന്ന് കിടന്നു. അപ്പം ഗൈസ് നാളെ കാണാം. ഗുഡ് നൈറ്റ്. അല്ല, ഇത് ഞാൻ എപ്പോഴായിരിക്കും ഇതെന്തായാലും ഞാൻ 7 മണിക്കാണ് അപ്ലോഡ് ചെയ്തത്. അപ്പം ഗുഡ് നൈറ്റ്. രാവിലെ റെക്കോർഡ് ചെയ്യാൻ ഞാൻ ഓർക്കുമോ എന്തോ, ഇവിടെ കാണും എഴുതി വെക്കാം, ഭിത്തിയിലെങ്ങാനും എഴുതി ഒട്ടിച്ച് വെച്ചിട്ട് കിടക്കാം. നമ്മുടെ വാൻ കൊടുത്തിട്ടൊരു കാർ എടുത്താലോ എന്നൊക്കെ പ്ലാനുണ്ട്. അതൊക്കെ ഞാൻ പിന്നെങ്ങാനും പറയാം. ഇതൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇത് ഇടാൻ വല്ല കണ്ടന്റും വേണ്ടേ. പിന്നിപ്പോൾ ചെടിയൊക്കെ നടന്നുകൊണ്ട് അങ്ങനെ ഒരു കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ്ലി വീഡിയോ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചത്. പിന്നെ ക്ലാസ്സിൻ്റെത് എന്തായാലും ക്ലാസ് നോക്കി വീഡിയോ ഇടാനൊന്നും നടക്കില്ല. ക്ലാസ് ഇനി എന്നും കാണും. സ്കൂളിൽ നൈറ്റ് ക്ലാസ് തുടങ്ങുന്നു, ട്യൂഷനിൽ നൈറ്റ് ക്ലാസ് തുടങ്ങുന്നു, എല്ലായിടത്തും നൈറ്റ് ക്ലാസ്. ഞങ്ങളെന്തോ ചെയ്യാനാ, അവർക്ക് പഠിക്കുമല്ല, നമ്മളെ കൊല്ലാൻ നോക്കുന്നതാണൊക്കെ സ്കൂളുകാർ. അപ്പോൾ എന്തായാലും നാളെ രാവിലെ കാണാം ഗൈസ്. രാവിലെ 6:30 കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ ഇപ്പം 6:41, 7 മണിക്കാണ് ട്യൂഷൻ. എനിക്ക് ഒട്ടും സമയമില്ല. പിന്നെ ഞാൻ എടുക്കാൻ പറഞ്ഞതുകൊണ്ട് എടുത്ത വൈകിട്ട് കാണിച്ചായിരുന്നു ഗൈസ്. വെൽക്കം ബാക്ക് ഗൈസ്. എല്ലാവർക്കും രാവിലെ ഞാൻ വീഡിയോ എടുത്ത അതേ സ്ഥലത്ത് തന്നെ വെൽക്കം ബാക്ക്. ഇതിപ്പം സമയം 8:53. ഞാനാണെങ്കിൽ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇത് സ്കൂളിൽ പോയിട്ട് വന്നിട്ടാണെങ്കിൽ വീഡിയോ എടുക്കാം. പക്ഷെ ഒന്നും പറ്റിയില്ല. സ്കൂളിൽ സ്പെഷ്യൽ അത് ഇത് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 6 മണിയായി. പിന്നെ 6:30 സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് 8:15 കഴിഞ്ഞ് പോയി വണ്ടി നേരെയാക്കിയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പം 8:53. വിചാരിച്ച് ഇനി കാണിക്കുകയൊന്നുമില്ലല്ലോ, ഔട്ട്ഡോർ എടുക്കാമെന്ന് വിചാരിച്ച് വന്നെയാണ്. എന്നാലും നമ്മളൊന്ന് വെളിയിലൊക്കെ പോയി കാണിക്കുന്നു. ദാറ്റ്സ് ഓൾ. ഇവിടെ ഒരാൾ ഭയങ്കര പണിയില്ല, എന്നെ കണ്ടപ്പോൾ നിർത്തി. ഇതാണ് ഇവിടുത്തെ കർഷകൻ. ഞാൻ കുഴിച്ച് വെച്ചേക്കുന്ന കുഴിയായത് ചെടിയടാൻ. അത് അടയ്ക്കുകയൊക്കെയാണ് ഇവൻ്റെ പണി. കൂടി ഇവനുമുണ്ട്. ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ നിൽക്കുന്ന മാക്കാനാണെങ്കിൽ ഇവന് വള്ളി അയച്ചു കൊടുക്കും. എന്നിട്ട് ഇവർ രണ്ടും കൂടി പോയിട്ട് കാട്ടിൽ പോയിട്ട് വിറവ് ഇറക്കിക്കൊണ്ട് വരും. എന്തിനാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി വല്ല ചോറെങ്ങാനും വയ്ക്കാനാണോ ഇവർക്കെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആണ്ട ഗൈസ് പറഞ്ഞില്ല, ഇവിടെയൊക്കെ കുഴി കുഴിച്ച് വെച്ചേക്കുക. ആണ്ട എൻ്റെ നിഴല് ലൈക്ക് ഞാൻ ഒരു വലിയ കുഴി കുഴിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നു. അതിനകത്ത് വാഴ ഇട്ട് വെച്ചത്. ആണ്ട നമ്മുടെ വാഴ ബ്രോ. ആണ്ട കണ്ട ഗൈസ്, ഇപ്പം നട്ടയാ 2-3 ദിവസം പോലും ഇല്ല. അവിടെ നിൽക്കുന്നവർ ഈ വാഴയൊക്കെ കണ്ട ഇത്രയും വലിയ ഇതിൻ്റെ ഒരു കന്ന നട്ട. പിന്നെ ടാങ്ക് ഇവിടെ ഇരിപ്പുണ്ട്. കുറേ കാര്യങ്ങൾ മാറ്റാൻ വന്നു ഗൈസ്. അതിപ്പം കാണിച്ചാലും ഒന്നും കാണത്തില്ല, ഇരുട്ടല്ലേ, കാണത്തില്ല ഗൈസ്. ഞാൻ രാവിലെ എങ്ങാനും കാണിക്കാം. ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നു, WWE. ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട് തമ്മില്. ഓടറാ ഇവ ഉപദ്രവിക്കും ഗൈസ്. പൂച്ചെ എന്താടി കാത്തു, ഇനി വന്നാണ് നമുക്ക് ഔട്ട്ഡോർ എടുക്കണ്ടേ. അവിടെ ഇരുന്ന് ഇങ്ങനെ വല്ല കഴപ്പും കാണിച്ചുകൊണ്ടിരുന്നോളൂ. ആക്കാം ഇത്
ആരോ വന്നതാണ് ഗൈസ്. ഇതൊക്കെ ഇഷ്ടമാണ്. ചാടിക്കോ. പിന്നെ ഇനി കുടിക്കാൻ പെപ്സി വേണം. അതുകൂടെ കുടിച്ചിട്ട് വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം ഗൈസ്. അപ്പം നമുക്ക് പെപ്സിയും കുടിച്ചുകൊണ്ട് വീഡിയോ എൻഡ് ചെയ്യാം. ഇത് വന്നിട്ടുണ്ട്. എന്തേലും തിന്നായിരുന്നു അപ്പം വരും. അതാണ് എൻ്റെ പൂപ്പിൽ കുഞ്ഞ്. അവര് ശത്രുക്കളാ. അപ്പോ ഇത് പിന്നെ കുറെ നാളിന് ശേഷം ഇട്ട വീഡിയോ ആയതുകൊണ്ട് എടുത്തന്നേ ഉള്ളൂ. എന്തുവാടാ അവിടെ? അയ്യോ ഇതേ പോകുന്നു തലകുത്തി. ഇതെന്തൊക്കെയാണ് ഗൈസ് ഇവിടെ നടക്കുന്നത്? പിന്നെ ക്യാമറയ്ക്ക് ഇതുവരെ ഇല്ലാത്ത ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ഞാൻ സ്ക്രീൻ ഗാർഡ് ഊരി കളഞ്ഞ്. സ്ക്രീൻ ഗാർഡ് ഇരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അഴുക്ക് കയറിയിട്ട് ക്യാമറ ഫുൾ ബ്ലറാവും. ഇതാകുമ്പം എന്തെങ്കിലും തുണി എടുക്കുക, തുടയ്ക്കുക, വൃത്തിയായി. എന്തുവാണ് അവിടെ വഴക്ക് കിടക്കുന്നത്? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണും വരെ ടാറ്റാ.